ചരിത്രമെഴുതി ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ 200 കോടി ആളുകളെ ബാധിക്കുന്ന കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ചരിത്രമെഴുതിയിരിക്കുകയാണ്. മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന കരാറിനെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്തെത്തി. കാറുകൾ അടക്കം യൂറോപ്പിൽ നിന്നുള്ള പല ഉൽപ്പന്നങ്ങൾക്കും കരാർ അനുസരിച്ച് ഇനി വില കുത്തനെ കുറയും. വ്യാപാര കരാറിന് പുറമെ പ്രതിരോധ സുരക്ഷാ കരാറും ഒപ്പുവെച്ചിട്ടുണ്ട്. ചരിത്ര മുഹൂർത്തം എന്നാണ് കരാറിനെ യൂറോപ്യൻ യൂണിയൻ വിശേഷിപ്പിച്ചത്. യൂറോപ്യൻ യൂണിയൻ വാർത്താ ഏജൻസിയായ AFP ആണ് കരാർ വിവരങ്ങൾ പുറത്തുവിട്ടത്. യൂറോപ്യൻ ഉപകരണങ്ങൾക്ക് വലിയ വിലക്കുറവ് വരുമെന്നതാണ് കരാറിന്റെ സുപ്രധാനമായിട്ടുള്ള നേട്ടം. പാസ്ത, ചോക്ലേറ്റ് എന്നിവയുൾപ്പെടെയുള്ള സംസ്കരിച്ച ഭക്ഷണങ്ങളുടെ തീരുവ പൂർണ്ണമായും ഒഴിവാക്കിയേക്കും. വൈനുകളുടെ തീരുവ ക്രമേണ 150% നിന്ന് 20% കുറഞ്ഞേക്കും. കാറുകളുടെ താരിഫ് ക്രമേണ 110% നിന്ന് 10% കുറഞ്ഞേക്കും. യൂറോപ്പിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഏകദേശം 97%നും താരിഫ് കുറയുന്നതിനോ ഒഴിവാക്കുന്നതിനോ കരാറിലൂടെ കഴിയുമെന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. യൂറോപ്പിൽ നിന്നുള്ള ബിയറിനും വില കുറയും. ഉപകരണങ്ങൾക്കുള്ള തീരുവ 44% നീങ്ങും. ഫാർമ ഉൽപ്പന്നങ്ങൾക്കുള്ള 11% തീരുവയും നീക്കും. യൂറോപ്പിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഏകദേശം 97%നും താരിഫ് കുറയുന്നതിനോ ഒഴിവാക്കുന്നതിനോ ഈ കരാറിലൂടെ കഴിയുന്നുണ്ട് എന്ന വിവരം പുറത്തു വരുന്നതിനോടൊപ്പം തന്നെ 2030 വരെ നീളുന്ന വിവിധ മേഖലകളിലെ സഹകരണ അജണ്ടയും കൈമാറിയിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും. ഗ്രീൻ ഹൈഡ്രജൻ ടാസ്ക് ഫോഴ്സിലും സഹകരണം ഉറപ്പാക്കുന്നതാണ് കരാർ. രണ്ട് ജനാധിപത്യ ശക്തികൾ തമ്മിലുള്ള പുതിയ ചരിത്രമാണ് വ്യാപാര കരാർ എന്നാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും നിരീക്ഷിക്കുന്നത്. വരും വർഷങ്ങളിൽ കൂടുതൽ സഹകരണം പല മേഖലകളിലേക്ക് വർദ്ധിപ്പിക്കും. കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും യൂറോപ്പ് എന്ന വലിയ വിപണി തുറന്നു കിട്ടുകയാണ് എന്നും കേവലം വ്യാപാര കരാർ മാത്രമല്ല, ഇരു സ്ഥലങ്ങളിലെയും ജനങ്ങളുടെ സമൃദ്ധിക്കായുള്ള ബ്ലൂ പ്രിന്റ് ആണ് എന്നുമാണ് പ്രധാനമന്ത്രി മോദി സംയുക്ത പ്രസ്താവനയിൽ വിശദമാക്കിയത്. മൊബിലിറ്റി കരാർ വഴി ഇന്ത്യയിലുള്ള പ്രൊഫഷണലുകൾക്ക് യൂറോപ്പിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നു. ഭീകരവാദത്തെ തടയാനും സമുദ്ര സുരക്ഷയ്ക്കും ഒന്നിച്ചു പ്രവർത്തിക്കാൻ ധാരണ. പ്രതിരോധ രംഗത്തെ കമ്പനികൾക്ക് യൂറോപ്പിലെ കമ്പനികളുമായി സഹകരിച്ച് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്നും കരാറിനെ കുറിച്ച് നേതാക്കൾ വിശദമാക്കിയിരിക്കുകയാണ്. ചരിത്രപരമായ ഒരു നീക്കമാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും നടത്തിയിരിക്കുന്നത്.